ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അനലിസ്റ്റ് ഗ്രേഡ് പൊസിഷൻസിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. റെഗുലർ ബേസിസ്, അതായത് പെർമനൻറ്റ് ജോലിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 26/4/2025. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 19/5/2025. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മെയ് ജൂണിലാണെന്ന് പറയുന്നുണ്ട്. സോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും. സോ ഇനി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് എക്സാം സെൻറ്റർ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിൽ ഒരു സെൻറ്ററാണുള്ളത്, തിരുവനന്തപുരത്താണ്. ജസ്റ്റ് ഓർത്തിരിക്കുക. ബാക്കിയുള്ള സ്ഥലം ചെന്നൈയിലൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് മുംബൈയിൽ മാത്രമാണ് ഇവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവിടെ പറയുന്നുണ്ട്. നോ കാൻഡിഡേറ്റ് ഈസ് പെർമിറ്റഡ് ടു അപ്ലൈ ഫോർ മോർ ദാൻ വൺ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന 66 വേക്കൻസിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇത്രയും സെക്ടറിലേക്ക്, ഇത്രയും സ്ട്രീമിലേക്കാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കാം. എനിക്ക് എലിജിബിലിറ്റി നോക്കാം, അതുപോലെ ഏജ് ലിമിറ്റ് ഒക്കെ നോക്കാം. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ ക്വാളിഫിക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2025. ഇതേ ബേസിസ് ആയിട്ടാണ് ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മിനിമം ഏജ് ലിമിറ്റ് പറയുന്നത് 21 വയസ്സ്, മാക്സിമം പറയുന്നത് 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ 1/4/1993 അതുപോലെ തന്നെ 31/3/2004 വരെ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓർത്തിരിക്കുക. ഇനി SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, PWD കാൻഡിഡേറ്റിന് 15 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് 31/3/2025 ബേസിസാണ് കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത്. ഫസ്റ്റ് വിളിച്ചിരുന്ന ലെൻഡിങ് ഓപ്പറേഷൻ ആണ്, വിളിച്ചിരിക്കുന്നത് പ്രോജക്ട് ഫിനാൻസിലേക്കാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഓർ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന സെക്ടർ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും. ഇനി MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും ഫിനാൻസ് ഓർ ബാങ്കിങ്ങിന്. അതുപോലെ ICW, അതുപോലെ തന്നെ CFA, അതുപോലെ CMA ചാർട്ടേഡ് അക്കൗണ്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. അത് നെക്സ്റ്റ് വിളിച്ചത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ട്രഷറിയിലേക്കാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ICW അല്ലെങ്കിൽ CFA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ്, ഫുൾ ടൈം BA BTech, അതായത് 4 വർഷത്തെ BA BTech, MTech അല്ലെങ്കിൽ MCA ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, IT, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം, ഡാറ്റാ സയൻസ്. ഇപ്പോൾ ഇതിൽ ഇത്രയും BO BTech MCA ഓർ MTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. പിന്നെ വിളിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സെക്ടറിലേക്കാണ്, പോസ്റ്റിലേക്കാണ്. വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻസ് റെക്കഗ്നൈസ്ഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അഡ്മിനിസ്ട്രേഷനോട്ട്. പിന്നെ വിളിച്ചിരിക്കുന്ന അക്കൗണ്ട്സിലേക്കാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ ICW CMA CA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരുന്ന റിസ്ക് മാനേജ്മെന്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് MBA ICW CFA CA ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വിളിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് എക്കോസിസ്റ്റം ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻസ് ആൻഡ് ബാങ്ക് സെക്ടർ. ഇത്രയും ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ലീഗലാണ്. ലീഗൽ എന്ന് പറയുന്നത് മാസ്റ്റർ ഉണ്ടായിരിക്കണം. ലോയിൽ മാസ്റ്റർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓഡിറ്റ് കംപ്ലയിൻസിലേക്കാണ്. MBA അതുപോലെ CA ICW ഡിഗ്രി, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഡിപ്ലോമ എന്നൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 800 രൂപയാണ്. ജനറൽ EWS OBC കാൻഡിഡേറ്റിന് 800 രൂപ പ്ലസ് ടാക്സും, 100 പ്ലസ് ടാക്സസ് വരുന്നതാണ് SC/ST PWD കാൻഡിഡേറ്റ് നോക്കിയിരിക്കുക. സെലക്ഷൻ പ്രോസസ് ഞാൻ പറഞ്ഞാൽ ആദ്യം ഒരു എക്സാം ഉണ്ടാക്കി, പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് മുംബൈ വെച്ചാണ് മാത്രം പറഞ്ഞത്. ഇനി എക്സാം സ്ട്രക്ചർ നോക്കാം. എക്സാം സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് സെക്ഷൻ A സെക്ഷൻ B ഉണ്ടായിരിക്കും. സെക്ഷൻ A വരുന്നത് റീസണിംഗ്, ഇംഗ്ലീഷ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അതിൽ മാത്സ് ബേസിസിലാണ് വരുന്നത്. പിന്നീട് ഒബ്ജക്റ്റീവ് എന്ന പ്രൊഫഷണൽ നോളജ് ആണ് ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് വരുന്നത്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി, നിങ്ങൾക്ക് ബൈ ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നത് 5 ഓപ്ഷൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് വരുന്നത്. ഇനി പെനാൽറ്റി എന്ന് പറയുന്നത് 1/4 പെനാൽറ്റി വരുന്നത് ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ PDF നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കുവാണെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, RBIയുടെ കീഴിൽ വരുന്നതാണ് ഇതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ല സാലറിയുടെ നല്ലൊരു പോസ്റ്റാണ് ഓർത്തിരിക്കുക. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ് ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് 19/5/2025. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മെയ് ജൂണിലാണ് ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.